ആയിഷത്തുൽ ഷംന കൂടി ചേരുന്നുണ്ട്. ഷംന, രാഹുൽ ഓഫീസിലേക്കെന്നാണോ പറഞ്ഞത്? ഉന്മേഷ്, അത് തന്നെയാണ് രാഹുൽ. ഇനി എന്തായാലും MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ആ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ ഒന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിലുണ്ട്, അതിൽ കൂടുതലായി ഇനി ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം മറ്റൊന്ന്, മണ്ഡലത്തിൽ തുടരുമോ ഇനി ഉണ്ടാകുമോ എന്ന നിലയിൽ ചോദ്യത്തിനൊക്കെ വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്ന് രാഹുൽ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ മറ്റൊന്ന്, പാർട്ടിയിൽ ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പാർട്ടി കൂടെ ഉണ്ട്, പാർട്ടി നേതാക്കൾ ആരും തള്ളി പറഞ്ഞിട്ടില്ല. ഈ പാർട്ടിയുടെ നേതാക്കളൊക്കെ ആദ്യഘട്ടത്തിൽ ഈ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിലൊക്കെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അന്നൊക്കെ രാഹുൽ ഒരു പ്രതിരോധം തീർത്തിരുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നത്, നേതാക്കൾക്ക് അത്തരത്തിലൊന്നുമില്ല, മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്, മാധ്യമങ്ങളാണ് വളച്ചൊടുക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള മറുപടിയായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള പാർട്ടി നടപടിയിൽ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു രാഹുലിനെ. അതിലെന്ത് തോന്നുന്നു? അത്തരമൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നു എന്ന ചോദ്യത്തിനൊന്നും രാഹുലിന് മറുപടിയില്ല. ആ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇനി മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞത്. നമുക്കറിയാം, ഇതേ കുന്നത്തൂർമേട് ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പ്രധാനപ്പെട്ട വാർഡുകൾ, കണ്ണാടി, മാത്തൂര് ഒക്കെയുള്ള പ്രദേശങ്ങളിലായിരുന്നു രാഹുൽ വളരെ സജീവമായി UDF പ്രവർത്തകർക്ക് വേണ്ടി ഈ വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നിരുന്നത്, വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണം നടത്തിയിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പല നേതാക്കളും ഈ എതിർപ്പ് വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നതുമാണ്. എന്നാൽ അന്നൊക്കെ തനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം പ്രവർത്തകർക്ക് വേണ്ടി, UDF പ്രവർത്തകർക്ക് വേണ്ടി താൻ വോട്ട് ചോദിക്കും, തന്നെ MLA ആക്കിയ, തന്നെ പാർട്ടി പ്രവർത്തകനാക്കിയ പ്രവർത്തകർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി താൻ വോട്ട് ചോദിക്കും എന്ന് തന്നെയായിരുന്നു രാഹുലിന്റെ നിലപാട്. അതിനുശേഷം പിറ്റേ ദിവസവും ഈ കാല് കുത്തി വോട്ട് ചോദിക്കും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് രാഹുലിനെതിരെയുള്ള പരാതി അതിജീവിത നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. പക്ഷെ നിമിഷങ്ങൾക്കകം പിന്നീട് രാഹുലിനെ കാണാനില്ലാത്ത, ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിൽ നിന്നും ഒക്കെ അന്ന് വോട്ട് ചോദിച്ചിറങ്ങിയ, അല്ലെങ്കിൽ വീട് കയറി രാഹുൽ പ്രചാരണം നടത്തിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ ഇന്ന് വോട്ട് ചെയ്യാൻ വരും എന്നുള്ളത് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുലിന് അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാനും കഴിയില്ല. അത്തരത്തിലായിരുന്നു രാഹുലിന്റെ ഇവിടെയുള്ള വളരെ സജീവമായ ഈ വോട്ട് അഭ്യർത്ഥനയും പ്രചാരണമൊക്കെ. എന്തായാലും രാഹുൽ ഇന്ന് വരുമോ, ഈ വോട്ട് രേഖപ്പെടുത്തുമോ എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു, വലിയ ചോദ്യങ്ങളായിരുന്നു. രാഹുൽ എത്തുകയാണെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തായാലും രാഹുൽ എത്തിയിരിക്കുന്നു, വോട്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ പിന്നീട് നേരെ MLA ഓഫീസിലേക്കോ ഫ്ളാറ്റിലേക്കോ ഒക്കെ പോകുന്നതിന് പകരം രാഹുൽ എത്തുന്നു, നേരെ ടൗണിലുള്ള ഒരു കടയിലെത്തി ചായ കുടിക്കുന്നു. ഇനി നേരെ MLA ഓഫീസിലേക്കാണ് എന്നാണ് രാഹുൽ സൂചിപ്പിച്ചത്. ഇനി ഒരു ഒളിവ് ജീവിതമല്ല, മറിച്ച് തനിക്കെതിരെ പറയാനുള്ളതും തനിക്ക് പറയാനുള്ളതും കോടതിക്ക് മുൻപിലുണ്ട്. അതിൽ ഇനിയൊന്നും പറയാനില്ല. താൻ ഇനി മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകും, വോട്ടർമാർക്കിടയിൽ തന്നെ MLA ആക്കിയ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും. MLA ഓഫീസിലേക്കാണ് ഇനി പോകുന്നത് എന്നാണ് രാഹുൽ പറഞ്ഞത്. ഇപ്പോൾ രാഹുലിന്റെ വാഹനം MLA ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി മുതൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ ഈ രാഹുലിനെതിരെ ആരോപണം വന്ന സമയത്ത് ഏകദേശം ഒരു മാസത്തിലധികം രാഹുൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, പൂർണ്ണമായും മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഏകദേശം 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ പിന്നീട് മണ്ഡലത്തിൽ എത്തുന്നത്. അതിനുശേഷം വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ആണ് പിന്നീട് കണ്ടത്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, വലിയ എതിർപ്പുകളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് തന്നെ ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, MLA എന്ന നിലയിൽ സജീവമാകുന്നു. എന്തിനാ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ പോലും, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിൽ പോലും രാഹുൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കോൺഗ്രസിനെ പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കിയ, കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ അടക്കം രാഹുൽ പാർട്ടിയിലാണെങ്കിലും പുറത്താണെങ്കിലും പൊതുപരിപാടികളിലാണെങ്കിലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയും അതുപോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണാനുള്ളത്. അങ്ങനെ ഒരു ഒളിവ് ജീവിതം കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ചയിലധികമായി, 15 ദിവസത്തോളമായി MLA ഒളിവിലായിരുന്നു. ആ MLA ഇന്ന് തിരിച്ചെത്തുമ്പോൾ ഇനി എന്തായാലും മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞത്. ഒപ്പം മാത്രവുമല്ല, പാർട്ടി നടപടി അത് രാഹുലിന് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. എന്റെ പാർട്ടി ഉണ്ട് കൂടെ, അല്ലെങ്കിൽ നേതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളുടെ വ്യാഖ്യാനം എന്നൊക്കെയായിരുന്നു രാഹുലിന്റെ മറുപടിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ആ പാർട്ടി ഇപ്പോൾ നടപടിയിരിക്കുന്നു. രാഹുലിനെ പുറത്താക്കി എന്നുള്ള ഒരു നിലപാടിൽ എത്തുമ്പോൾ അതിലൊന്നും രാഹുലിന് മറുപടിയില്ല. ഒരു ചിരിയിൽ മാത്രം മറുപടി ഒതുക്കുകയാണ് ചെയ്തത്. ഇനി ഒന്നും തനിക്ക് പറയാനില്ല, കൂടുതലൊന്നും ചോദിക്കേണ്ട എന്ന് തന്നെ രാഹുൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോൾ MLA ഓഫീസിൽ തന്നെയാണ് രാഹുൽ എത്തിയിരിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.